ജെയ്ക്ക് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു Q&A ഇട്ടിരുന്നു. പുള്ളി സർപ്രൈസായി വന്ന് ചെയ്തൊരു പണിയായിരുന്നു അത്. സംഭവം നല്ല രസമായിരുന്നു. വളരെ രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസും ജങ്കുക്കാണെങ്കിൽ അതേ സ്പിരിറ്റിൽ തന്നെ സ്പോട്ടിൽ മറുപടിയും കൊടുക്കുന്നുണ്ടായിരുന്നു. അതിലൊരു അലവലാതെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്റെ മഹാനെ, സമ്മതിച്ചു വന്നേക്കുന്നു. അപാര തൊലിക്കട്ടി തന്നെ. എന്നാലും നീ ഇത് എന്ത് ധൈര്യത്തിലാടാ ജെയ്ക്കയുടെ അടുത്ത് നേരിട്ട് ചോദിച്ചേ? അത് ശരി, ഇപ്പോ ഒളിപ്പൂര് നിർത്തി നേരിട്ടായോ? അപ്പുറത്ത് ആരാ? ജെയ്ക്ക് വിടോ? സ്പോട്ടിൽ തന്നെ കൊടുത്തു അതിനുള്ള മറുപടി. അവനെ അങ്ങ് വട്ടത്തിൽ ഊക്കി വിട്ട്. ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല? ഈ ഹങ്കൂക്ക് എന്ന് വെച്ചാ കൊറിയൻ ലാംഗ്വേജിലെ കൊറിയനെ തന്നെ വിളിക്കുന്ന പേരാണ്. മനസ്സിലായില്ല. അതായത് രമണ, നമ്മുടെ രാജ്യത്തെ ഇംഗ്ലീഷിൽ ഇന്ത്യ എന്നാണ് പറയുന്നത്. എന്നാൽ മലയാളത്തിലും ഹിന്ദിയിലുമായിട്ട് നമ്മൾ ഭാരതം, ഭാരത് ഇങ്ങനെ വിളിക്കുന്നില്ലേ? അതുപോലെ ലോകം ആ രാജ്യത്തെ സൗത്ത് കൊറിയ എന്ന് വിളിക്കുമ്പോൾ കൊറിയക്കാർ അവരുടെ സ്വന്തം ഭാഷയിൽ രാജ്യത്തെ ഹങ്കൂക്ക് എന്നാണ് വിളിക്കുന്നത്. ഈ മാസ് മറുപടി കൊടുത്ത് ജെയ്ക്കയുടെ മൈൻഡ് വോയിസ് ഇങ്ങനെയായിരിക്കും: നിങ്ങൾ എന്നെ എൻ്റെ ചേട്ടന്മാരെ വെച്ച് ഷിപ്പ് ചെയ്യുമ്പോൾ ഞാൻ എന്നെ തന്നെ ഷിപ്പ് ചെയ്യുന്നത് എൻ്റെ രാജ്യത്തിനൊപ്പമാണ്. ഈ പരട്ട ചോദ്യം ചോദിച്ച മഹാന് അതേ വേർഡ് പ്ലേ വെച്ച് അവന്റെ അന്നനാളത്തിൽ തന്നെ ജെയ്ക്കെ ഒഴിച്ചു കൊടുത്തു. എടാ 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 ലേശ ഉളുപ്പ് എവിടെ? അത് കഴിഞ്ഞ് ജെയ്ക്കെ, ഞാൻ റണ്ണിങ്ങിന് പോവാണ്, വഴി വെച്ച് നമ്മൾ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൽഫി ഒക്കെ എടുക്കാന്ന് പറഞ്ഞൊരു സ്റ്റോറി കൂടെ ഇട്ട്. പോരെ, പറഞ്ഞ പോലെ തന്നെ ആളോടാൻ പോയി. വഴി വെച്ച് കണ്ട ചില ആർമീസായിട്ട് 1-2 സെൽഫീസും എടുത്ത്. ആളിങ്ങനെ പറഞ്ഞൊരു സ്റ്റോറി ഇട്ടെന്ന് വെച്ച് പുള്ളിയുടെ വീടിന്റെ മുന്നിൽ വന്ന് കാത്തു നിൽക്കുകയാണ്. പുള്ളി എന്താ പറഞ്ഞേ? ഞാൻ ഓടാൻ പോവാണ്, വഴി വെച്ച് നമ്മൾ മീറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ, ഓടുന്ന വഴി വെച്ച് നമ്മൾ മീറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഒരു സെൽഫി എടുക്കാം. എന്നാ ഇവറ്റകൾ ചെയ്തത് എന്താ? എന്ത് തോന്നോ? ഭയങ്കര സന്തോഷം തോന്നോ? നിങ്ങക്ക് നാണുണ്ടോ? വീടിന്റെ മുന്നിൽ വന്ന് കാത്തു കെട്ടി കിടക്കാനാണോടാ നിന്നോടൊക്കെ പറഞ്ഞേ? എത്ര കിട്ടിയാലും പഠിക്കൂല. പറയിപ്പിച്ചില്ലേ? കേസ് കൊടുക്കണം പിള്ളേച്ചാ. കിടക്കട്ടെ കുറച്ചു ദിവസം അകത്ത്. അല്ല പിന്നെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മുമ്പൊരു തവണ ഇതുപോലെ Q&A ഒക്കെ ഇട്ട് നട്ടപ്പാത്രയ്ക്ക് വീഡിയോ ഇട്ട് ലൈവ് വന്ന് ഇൻസ്റ്റഗ്രാം പൂട്ടിക്കെട്ടിപ്പോയ മുതലാണിത്. ഈ പോക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓൻ ചരിത്രം ആവർത്തിക്കുന്ന എനിക്ക് തോന്നണത്. ഇവറ്റകളൊക്കെ കൂടി അത് ചെയ്യിക്കും. എൻ്റെ പൊന്നു മഹതികളെ, നിങ്ങളിങ്ങനെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ആ ചെറുക്കനെ കൊണ്ട് ഓരോ കടുങ്കൈ ചെയ്യിക്കരുത് പ്ലീസ്. ഞങ്ങൾക്ക് ഇവരുടെ അപ്ഡേറ്റ്സ് അറിയാൻ വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ കൊച്ചെറുക്കൻ ഓരോ കാരണങ്ങൾ കിട്ടാൻ കാത്തിരിക്കുകയാണ് അക്കൗണ്ട് ഡിലീറ്റ് ആക്കാൻ. വെറുതെ അല്ല ജെയ്ക്ക് അടുത്ത ജന്മത്തിൽ കാക്കയായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞ്. അതിന് കുറച്ച് സൗകര്യമെങ്കിലും കിട്ടൂലോ. ഈ പറയുന്ന വിരുദ്ധന്മാരോടും വിരുദികളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ: അവന് ആർമീസിനോടുള്ള സ്നേഹം കൊണ്ട് ഇൻസ്റ്റയിൽ വന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവന്റെ വീട്ടുപടിക്ക് കൊണ്ടുപോയി ക്യാമറയും വെച്ച് നോക്കി നിൽക്കാൻ നിനക്കൊക്കെ ആരാടാ ലൈസൻസ് തന്നേ? നിന്റെയൊക്കെ ഈ പ്രാന്തൻ സ്റ്റോക്കിംഗ് പരിപാടി കാരണം മുമ്പ് പുള്ളി അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ചെയ്തു പോയത് നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോ വീണ്ടും അക്കൗണ്ട് പൂട്ടിച്ച് പുള്ളിയെ തന്നെ അവിടുന്ന് ഓടിപ്പിക്കാനാണോ പ്ലാൻ? ഈ സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് ഇങ്ങനെ കയറി ചൊറിയാൻ വരുന്നവന്മാരെ ഉണ്ടല്ലോ, ഫാൻസ് എന്നല്ല അലവലാദികൾ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. ജെയ്ക്കെ പറഞ്ഞ പോലെ ഇനി മേലാൽ അവന്റെ വീടിന്റെ പരിസരത്ത് ഇങ്ങനെ എങ്ങാനും കണ്ട ഫുൾ ഡീറ്റെയിൽസ് വിത്ത് ഫോട്ടോ ലൈവായിട്ട് വലിച്ചു പുറത്തിടും. അതുകൊണ്ട് ആ പരിസരത്ത് നിന്ന് ഇപ്പോഴേ അങ്ങ് വലിഞ്ഞോണം. ഇല്ലെങ്കിൽ കൊറിയൻ ജയിലിലെ കഞ്ഞി കുടിക്കേണ്ടി വരും. നോക്കിക്കോ, അച്ചാറ് പോലും തരില്ല.